നമ്മളെല്ലാവരും ളുഹാ നിസ്കരിക്കുന്നവരാണല്ലേ. എന്നാലേ ളുഹാ നിസ്കാരത്തിൽ സുജൂദിൽ കിടന്നിട്ട് മനോഹരമായ ഒരു ഇസ്മുണ്ട്, അള്ളാഹുവിൻ്റെ ഇസ്മ്. കൽബിൽ തട്ടിയിട്ട് നമ്മളീ പറയുന്നത് പോലെ ആ ഇസ്മൊന്ന് ചൊല്ലിയാലുണ്ടല്ലോ, ആഗ്രഹങ്ങൾ എന്താണെങ്കിലും അള്ളാഹു നടത്തിത്തരും, ഉറപ്പാൻ. ഒരുപാട് മഹാരഥന്മാർ അവരുടെ ജീവിതത്തിൽ ഇത് അന്വർത്ഥമാക്കി അതിൻ്റെ ഫലം ആസ്വദിച്ചവരാണ്. ചൊല്ലാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനത്തിലുള്ള ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൻ തീർത്തു തരുമാറാകട്ടെ. ബറക്കത്ത് വേണ്ടാത്ത ആരാളുള്ള അല്ലേ? നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പഠിച്ചവനെ കുടുംബത്തിലൊരു ബറക്കത്ത്. ഈ ബറക്കത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാകലല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സമാധാനമാണെന്നേ, കുടുംബത്തിൽ സമാധാനം, ജോലിയിൽ സമാധാനം, ജോലി ചെയ്യുന്ന സ്ഥലത്ത് സമാധാനം. ഈ ബറക്കത്ത് തരുന്നവനാരാ? അത് അള്ളാഹു റബ്ബുൽ ആലമീനാണ്. അള്ളാഹ് തന്നത് ആർക്കാ തടുക്കാൻ കഴിയുക? അള്ളാഹ് തന്നില്ലെങ്കിൽ ആർക്കാ തരാൻ കഴിയുക? അല്ലേ? റബ്ബുൽ ആലമീനായ അള്ളാഹു റബ്ബുൽ ആലമീൻ തന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഇപ്പം നമ്മൾ ഈ ശ്വസിക്കുന്നത് ആര് തന്നിട്ടാ? അള്ളാഹ് തന്നിട്ടാണ്. നമ്മൾ ഭക്ഷിക്കുന്നത് ആരാ തന്നത്? അള്ളയാണ്. നമ്മുടെ ഈ വിരലുകൾ അനക്കുന്നത് ആരാണ്? ഈ അനക്കാനുള്ളൊരു കഴിവ് തരുന്നത് അള്ളാഹുവാണ്. റബ്ബുൽ ആലമീൻ തന്നതല്ലാതെ നമ്മുടെ കൈകളിൽ ഒന്നുമില്ല. ആ റബ്ബിനെ മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ഇന്നൊരു മനോഹരമായ ഇസ്മു പഠിക്കാൻ പോവാൻ. ഈ ഇസ്മ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചൊല്ലിയാൽ കുടുംബത്തിൽ ബറക്കത്ത് വന്ന് നിറയും, ജോലി സ്ഥലങ്ങളിൽ ബറക്കത്ത് ചെയ്യും, ജീവിതത്തിൽ ബറക്കത്ത് നിറയും. അള്ളാഹു റബ്ബുൽ ആലമീൻ വല്ലാതെ നമ്മുടെ ജീവിതത്തിലുടനീളം ബറക്കത്തുകൾ കൊണ്ടങ്ങ് അനുഗ്രഹിച്ചു തരും. ഇനി വേറെയും കുറേ പ്രത്യേകതകൾ ഈ ഇസ്മിനുണ്ട് കേട്ടോ. വല്ലാത്തൊരു പരിഗണന എല്ലാവരിൽ നിന്നും ലഭിക്കും. വല്ലാതെ നമ്മളെ പരിഗണിക്കുന്ന ആളുകൾ. എത്രയോ സഹോദരിമാരാണ് സങ്കടം പറയാറുള്ളത്, കുടുംബത്തിലൊരു പരിഗണനയില്ല ഉസ്താദെ, എന്തൊക്കെ ചെയ്താലും കെട്ടിയൊരു പരിഗണനയുടെ വാക്ക് പറയില്ല. അമ്മായിയമ്മക്ക് രാവിലെ മുതൽ ഞാൻ അടുക്കളയിൽ കയറി രാത്രി വരെ അടുക്കളയിൽ തന്നെ എന്നാലും ഒരു നല്ല വാക്ക് പറയൂല. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന മനുഷ്യർ, അത് ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ. ചില ആളുകളുണ്ട്, ഭർത്താക്കന്മാരെ സങ്കടം പറയുന്നവരുണ്ട്. ഈ അടുത്ത് ഞാനൊരു കേസിന് അറ്റൻഡ് ചെയ്തു. നല്ല വിദ്യാഭ്യാസ വിഷയങ്ങളിലൊക്കെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ്, നല്ല ക്വാളിഫൈഡ് ആയ ആളുകളാണ്. അവരും പറയണത്, ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്താൽ എൻ്റെ ഭാര്യ അതിനൊരു വില വെക്കില്ല, എനിക്കൊരു വില തരില്ല എന്നാണ്. ആ ഒരു പരിഗണന ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിനൊരു സന്തോഷം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് പരിഗണന ലഭിക്കുന്ന ഇടങ്ങളിലേക്ക് അവിഹിതങ്ങൾ തേടിപ്പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അവൾ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചാൽ, അവൾ ഒരു കറി ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചാൽ, വേണ്ട ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം നമുക്കവൾ തരികയാണെങ്കിൽ അതിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? അവളെ ഒന്ന് അഭിനന്ദിക്കണം, ഒന്ന് കൺഗ്രാജുലേറ്റ് പറയണം, ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. വേണ്ട, ജസ്റ്റ് അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്, നിൻ്റെ ഭക്ഷണത്തിന് എന്ത് രുചിയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ, ഇനി നമ്മുടെ ഭർത്താവ് ചെറിയൊരു ഗിഫ്റ്റ്, മക്കൾ എന്താണ് ഗിഫ്റ്റ് എന്നൊന്നുമില്ല, അതായത് ആ മനുഷ്യൻ തരാനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ, അതിനാണ് വാല്യൂ ഉള്ളത്. അത് തന്നു കഴിയുമ്പോൾ അന്നൊന്നൊന്ന് സ്നേഹത്തോടെ ഒന്ന് കണ്ണൊക്കെ നിറഞ്ഞിട്ട് ആ മനുഷ്യനൊന്ന് ആലിംഗനം ചെയ്ത്, ഇങ്ങനെയൊന്നും കിട്ടാത്ത എത്രയോ മനുഷ്യന്മാരുണ്ടെന്ന്, ഇത് കിട്ടിയിട്ടും പറയാത്ത ആളുകൾ എത്ര മോശമാണ്. അപ്പോൾ ഒരു പരിഗണന അല്ലേ? പരിഗണന അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ പരിഗണന ലഭിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം ഈ ദിക്ർ കൃത്യമാക്കിയാൽ കുടുംബത്തിൽ പരിഗണന കിട്ടും. പിന്നെ എല്ലാവരും ഒരു മഹബത്ത്, ഭർത്താവിൻ്റെതാകട്ടെ, മക്കളുടേതാകട്ടെ, ഭാര്യയുടേതാകട്ടെ, അമ്മായിയമ്മയുടേതാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, പ്രവർത്തിക്കാതെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാം ചെയ്യുന്നതോടൊപ്പം ഈ ദിക്ർ അത് വല്ലാത്തൊരു ദിക്റാണ്. എന്താണ് ആ ദിക്ർ എന്നറിയോ? അതായത് അത് അള്ളാഹിൻ്റെ ഒരു ഇസ്മാണ്. യാ വഹാബു, യാ അള്ളാഹ്, യാ വഹാബ്. വഹാബായ റബ്ബിനെ കൽബിൽ തട്ടിയിട്ട് വിളിക്കുക, കൽബിൽ തട്ടിയിട്ട് വേണം വിളിക്കാനായിട്ട്. വെറുതെ യാ വഹാബ്, യാ അള്ളാഹ്, യാ വഹാബ്, യാ അള്ളാഹ്, യാ വഹാബ്, അങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് ചൊല്ലിക്കൊണ്ട് പോയി വലിയ കാര്യമൊന്നുമില്ല. കൽബിൽ തട്ടിയിട്ട് എൻ്റെ നാഥൻ അല്ലേ, എനിക്കെല്ലാ ബറക്കത്തും തരുന്ന,
എൻ്റെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരുന്ന എൻ്റെ റബ്ബ്, എന്നെ പടച്ച എൻ്റെ റബ്ബ്, യാ വഹാബ് യാ അല്ലാ. ഇനി ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഈ ഇസ്മ ഉപയോഗപ്പെടുത്തേണ്ടതെന്നറിയോ? നമ്മളിൽ ലുഹാ നിസ്കരിക്കുന്ന ആളുകളാണ് എല്ലാവരും അല്ലേ. ലുഹാ നിസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് മഹത്വങ്ങൾ ലുഹാ നിസ്കാരത്തിന് പറഞ്ഞു തന്നിട്ടുണ്ട്. കണക്കില്ലാത്ത പാപങ്ങൾ ലുഹാ അല്ലേ പൊറുപ്പിച്ച് തരും. ദിവസം ലുഹാ നിസ്കരിക്കാത്ത മനുഷ്യരായിട്ട് നമ്മൾ മാറാൻ പാടില്ല, ലുഹാ നിസ്കരിക്കുന്നവരായിട്ട് മാറണം. നമ്മുടെ കണക്കില്ലാത്ത കയ്യും കണക്കില്ലാത്ത പാപങ്ങൾ ലുഹാ കാരണം അല്ലാഹ് പുറത്തു തരും. മറ്റൊന്ന്, സ്വാലിഹീങ്ങൾക്ക് മാത്രമാണ് ലുഹാ പതിവാക്കാൻ പറ്റുള്ളൂ. അതായത് ഇഖ്ലാസോടെ, ചിലപ്പോൾ ഒരു ദിവസം എല്ലാ ദിവസവും ലുഹാ നിസ്കരിക്കുന്നുണ്ടാവും, അതൊരു കഥ ഉണ്ടാവില്ല. ഇഖ്ലാസോടുകൂടെ അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ ലുഹാ പതിവാക്കാൻ സ്വാലിഹീങ്ങൾക്ക് മാത്രമേ കഴിയൂ, അല്ലാത്തവർക്കൊന്നും പറ്റൂല എന്നാണ്. അപ്പോൾ സ്വാലിഹീങ്ങളിൽ പെടണമെങ്കിൽ ഇഖ്ലാസോടുകൂടെ ഒന്ന് ലുഹാ പതിവാക്കി നോക്കിയാൽ വലിയ മാറ്റം ഉണ്ടാവും. ഞാനൊരു യാത്രയിലാണ്, നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ലുഹ പതിവാക്കുക. അതോടൊപ്പം തന്നെ ലുഹയുടെ മറ്റൊരു പ്രത്യേകത, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, 360 ആളുകൾക്ക് ദിവസവും നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ, സ്വതക്ക കൊടുക്കാൻ പറ്റുമോ നബിയെ? 360 ആളുകൾക്ക് എങ്ങനെയാണ് ഞങ്ങളെ കൊണ്ട് അല്ലേ? അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി മനോഹരമായി പറഞ്ഞു തരുന്നുണ്ട്, ലുഹ നിസ്കരിച്ചാൽ മതി. കാരണം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജോയിൻറ്റുകൾക്ക് 360 എണ്ണം ഉണ്ട് ജോയിൻറ്റുകൾ ശരീരത്തിൽ. ഇതിൽ ഒരു ജോയിൻറ്റ് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിലാകെ വലിയ പ്രയാസമാവും. ഈ ജോയിൻറ്റുകൾ കൃത്യമായി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്, പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് റാഹത്തായിട്ട് നടക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റുന്നത്. ഇതിനൊരു തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ, നടത്തത്തെ, ഇരുത്തത്തെ, മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 360 ജോയിൻറ്റുകൾക്കും അള്ളാഹുവിന് നന്ദി ചെയ്യണ്ടേ? അപ്പോൾ 360 ജോയിൻറ്റിനും പാവപ്പെട്ടവർക്ക് ഹദിയ ചെയ്യുക, സ്വതക്ക ചെയ്യാം. അപ്പോൾ 360 ആളുകൾക്ക് ഡെയിലി സ്വതക്ക ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ അതിന് ലുഹാ നിസ്കരിച്ചാൽ മതി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 360 ആളുകൾക്ക് സ്വതക്ക കൊടുക്കുന്നതിന് തുല്യമാണ് ഒരൊറ്റ ലുഹാ നിസ്കാരം. ഇനി അതുപോലെ തന്നെ ദാരിദ്ര്യം നീങ്ങാൻ, അതായത് അസ്വദക്കത്തു റദ്ദുൽ ബലാ, സ്വതക്ക ബലായിനെ നീക്കും, അപകടത്തെ നീക്കും എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്വതക്ക ഇവിടെ 360 ആളുകൾക്കാണ് കൊടുക്കുന്നത്. 360 ആളുകൾക്ക് സ്വതക്ക ചെയ്യുന്നതിന് തത്തുല്യമാണ് ലുഹാ നിസ്കരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ സ്വതക്ക കൊണ്ട് അപകടങ്ങൾ തട്ടിപ്പോണം, പ്രയാസങ്ങൾ നീങ്ങിപ്പോണം. അപ്പോൾ ദാരിദ്ര്യം എന്നുള്ള പ്രയാസം നീങ്ങണം, രോഗം എന്നുള്ള പ്രയാസം നീങ്ങണം. ഇതൊക്കെ നീങ്ങാൻ ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത് ലുഹാ നിസ്കരിച്ചാൽ മതി. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പുരുഷന്മാർ പള്ളിയിൽ പോയി ലുഹാ നിസ്കരിക്കലാണ് സുന്നത്ത്. മറ്റു നിസ്കാരങ്ങളുടെ സുന്നത്തൊക്കെ വീട്ടിൽ നിസ്കരിക്കലാണ് പുരുഷന് സുന്നത്തെങ്കിൽ, ലുഹ എന്ന സുന്നത്ത് നിസ്കാരം പള്ളിയിൽ പോയി നിസ്കരിക്കലാണ് പുരുഷന് സുന്നത്ത്. വീട്ടിൽ സ്ത്രീകൾക്ക് പിന്നെ എന്തായാലും വീട് തന്നെയാണ് സുന്നത്ത് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ലുഹ എണ്ണിയാൽ തീരാത്തത്ര വലിയ മഹത്വമുള്ള നിസ്കാരമാണ്. ആ ലുഹാ നിസ്കാരത്തിൻ്റെ അവസാനത്തെ സുജൂദിൽ 2 റക്അത്താണ് നിസ്കരിക്കണമെങ്കിൽ രണ്ടാമത്തെ അവസാനത്തെ സുജൂദ്, 4 റക്അത്താണെങ്കിൽ 4ാമത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദ്. ഈ സുജൂദിൽ കിടന്നുകൊണ്ട് ഖൽബിൽ തട്ടിയിട്ട് 14 തവണ യാ വഹാബ് യാ വഹാബ് യാ വഹാബ്, കണ്ടോ, യാ വഹാബ് എന്ന അള്ളാഹിൻ്റെ ഇസ്മ ഖൽബിൽ തട്ടിയിട്ട് വിളിക്കുക. ഖൽബിലുള്ള മുറാദ് എന്താണോ അള്ളാഹ് ഹാസിലാക്കി തരും. നമ്മുടെ കുടുംബത്തിൽ ബറക്കത്ത് വന്ന് നിറയും. വേണ്ടതെന്താണോ അള്ളാഹ് തരും. ഇനി ലുഹാ നിസ്കാരത്തിൽ മാത്രമല്ലാതെ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മൾ 2 കൈകളും 2 കണ്ണുകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് 100 തവണ യാ വഹാബ് എന്ന് അള്ളാഹിനെ വിളിക്കുക. യാ വഹാബ് യാ അള്ളാഹ്. 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തുക, 2 കണ്ണും ആകാശത്തേക്ക് ഉയർത്തുക. മേലെ മറയില്ലാത്ത സ്ഥലമാണെങ്കിൽ വളരെയേറെ നല്ലതെന്ന് മഹത്തുക്കൾ പറഞ്ഞവരുണ്ട്. ഇതൊക്കെ അവരുടെ മുജറബായ അമലായി, അവരുടെ ജീവിതത്തിൽ അനുഭവ സാക്ഷി എന്നോണം പറഞ്ഞു തന്ന കാര്യം കേട്ടോ. ഇനി ഇതിന് ഏറ്റവും നല്ലൊരു സമയം തഹജ്ജുദിൻ്റെ സമയം കൂടെയാണ്. തഹജ്ജുദിൻ്റെ സമയത്ത് 2 കൈകളും മുകളിലേക്ക് ഉയർത്തി, 2 കണ്ണുകളും ഉയർത്തിയിട്ട് യാ വഹാബ് യാ വഹാബ് കൽബിൽ തട്ടിയിട്ട് എൻ്റെ റബ്ബിനെയാണ് വിളിക്കുന്നത്. അവൻ എന്നെ കൈവിടൂല, അവൻ എൻ്റെ റബ്ബാണ്, എനിക്ക് ഗുണമുള്ളതാണ് അവൻ തരിക എന്നുള്ള ബോധ്യത്തിൽ ആ റബ്ബുൽ ആലമീനെ ഒന്ന് വിളിച്ചു നോക്കിയേ, എന്ത് അടിപൊളിയായിരിക്കും ലൈഫ് എന്നറിയോ. അപ്പോൾ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞൊഴുകുമ്പോൾ വല്ലാത്തൊരാനന്ദമാണ്, വല്ലാത്തൊരു എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ നേരത്ത് റബ്ബിനെ വിളിച്ച് കരഞ്ഞവർ, ദുനിയാവിൻ്റെ കഥ പറയാനൊന്നുമല്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണല്ല യാ വഹാബ് അല്ലേ, നിന്നെ എനിക്കൊരുപാട് ഇഷ്ടമാണല്ല. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീനെ പ്രണയിച്ചുകൊണ്ട് യാ വഹാബ് എന്ന് 100 തവണ അത് പതിവാക്കുക. അങ്ങനെ പതിവാക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കൽബിലുള്ള മുറാദുകളൊക്കെ അള്ളാഹ് ഏറ്റെടുക്കും, നമ്മുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കും. അങ്ങനെ ഈ ഇസ്മ കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ കഴിയും. അപ്പോൾ സ്വബാഹുൽ ഖൈറിലെ സഹോദരങ്ങൾ, ഇന്നിപ്പോൾ ലുഹാ നിസ്കരിക്കുമ്പോൾ
14 തവണ അതൊന്ന് പതിവാക്കി നോക്കിയേ. ഡെയിലി നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഇങ്ങനെ മാറുന്നത് കാണാം. ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ സാധിപ്പിച്ചെടുക്കണം എന്നല്ല, പതിവായി നമ്മൾ ചൊല്ലുമ്പോൾ പതിയെ ഇതിങ്ങനെ മാറിപ്പോവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞത്തെ ചോദ്യം സിമ്പിളാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു മുഅ്ജിസത്ത് കമൻറ്റ് ചെയ്യുക. ദാവൂദ് നബിയുടെ മുഅ്ജിസത്തുകൾ ഒരുപാടുണ്ട്. ഒരു മുഅ്ജിസത്ത് കമൻറ്റ് ചെയ്യുക. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, തളർന്നു പോകുന്ന അസുഖങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാ. സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. നല്ല എനർജറ്റിക്കായ പോസിറ്റീവായ ദിവസം സമ്മാനമായി ഈ ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാ. ഈ സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് മുറാദുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതൊക്കെ നീ ഹാസിലാക്കി തരണയല്ല. സമാധാനമുള്ള ജീവിതം നൽകണയല്ല. സന്തോഷമുള്ള ജീവിതം നൽകണയല്ല. ഇണകളെ മക്കളെ നന്നാക്കണയല്ല. സ്വാലിഹീങ്ങളാക്കണയല്ല. അതബുള്ളവരാക്കണയല്ല. പഠനങ്ങളിൽ പുരോഗതി നൽകണയല്ല. ഒരുപാട് പരീക്ഷകൾ എഴുതാൻ കാത്തിരിക്കുന്നവരുണ്ട്. ഉന്നത വിജയം നൽകണയല്ല. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ഹൈറായ ജോലി നൽകണയല്ല. മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണയല്ല. പലരും അസുഖബാധിതരാണ്. ക്യാൻസറും ട്യൂമറും കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും ശിഫ നൽകണയല്ല. മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ശമനം നൽകണയല്ല. അർഹമുർ-റഹീമായ കരുണക്കടലായ തമ്പുരാനെ, കടബാധ്യതകൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങളേറ്റെടുക്കണയല്ല. ഭക്ഷണത്തിന് മുട്ട് നൽകല്ലയല്ല. പടച്ചവനെ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള തൗഫീക്കും സന്മനസ്സും ഞങ്ങൾക്ക് നീ നൽകണയല്ല. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, പടച്ചവനെ, ഒരുപാട് പ്രവാസികളുണ്ട്. ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. യാ റബ്ബന, സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഖൈറായ ജോലി നൽകണയല്ല. ഉള്ള ജോലിയിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണയല്ല. വിവാഹപ്രായം എത്തിയവരുണ്ട്. അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. വീടില്ലാത്തവരുണ്ട്. ഖൈറായ ഭവനം നൽകണയല്ല. ഗർഭിണികളുണ്ട്. സുഖപ്രസവം നൽകണയല്ല. എല്ലാ തടസ്സങ്ങളും നീ അകറ്റണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. ഖബറിടം പ്രകാശപൂരിതമാക്കണയല്ല. അദാബിലാക്കല്ലയല്ല. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, പ്രത്യേകിച്ച് സദസ്സ് കാണുന്നതിൽ ഒരുപാട് പ്രായം ചെന്നവരുണ്ട്. എല്ലാവർക്കും, ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണയല്ല. അവസാനം ഈ മനസ്സലാമത്താക്കണയല്ല. പുണ്യഭൂമിയിൽ ചെല്ലാതെ മരിപ്പിക്കല്ലയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന, ഇത് കേൾക്കുന്ന, മുടങ്ങാതെ സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ആരംഭപ്പൂവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.